നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ എല്ലാ ആൾക്കാരും ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് അറിയാമോ? സിമ്പിളാണ്. നമുക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഓപ്ഷൻ ട്രേഡിംഗ്. അതുപോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കറക്റ്റ് ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നോർമൽ നോക്കുകയാണെങ്കിൽ 1000 രൂപയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് 10,000 ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ 10,000 നിന്ന് നമുക്ക് ലോസ് ഒരു എന്താണ് സീറോയിലോട്ടും അത് വരും. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ലോസിൻ്റെ ചാൻസും അത്രയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്. കറക്റ്റായിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1000 എന്ന് പറയുന്നത് 10,000 ഉണ്ടാക്കാം. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ ട്രെൻഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അവിടെയാണ് നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സോഫ്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നുമല്ല, മാർക്കറ്റിനെയാണ് സോഫ്റ്റ് കാണിച്ചത്. 80 to 90% കൺഫേം ആക്രോസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിതിനകത്ത് ചെയ്തിട്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ബിഗിനേഴ്സ് ആകാം, ഈ പ്രൊഫഷണൽസ് ആണ്, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. എസ്പെഷ്യലി അതിനകത്ത് ഓപ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഇപ്പം ഞാനിത് ലൈവിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനോ ഓപ്ഷൻ ട്രേഡിങ് നിങ്ങൾക്ക് ഇതിനായിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രേഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അതർവൈസ് ഡയറക്റ്റ് എൻ്റെ ഓഫീസിലോട്ട് വരാം. ഓഫീസിൽ നിന്ന് ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. നമ്മൾ 15 years ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ചെയിനിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പം ബേസിക്കായിട്ട് പോലും അറിയാത്ത ആൾക്കാർക്ക് ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്നത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ച നിഫ്റ്റിയാണ്. അതായത് ഇപ്പം നോക്കി, ഇതിപ്പോൾ മാർക്കറ്റ് റേറ്റ് 23,533. മാർക്കറ്റ് ഇപ്പോഴത്തെ റേറ്റ് നടക്കുവാണ്. നമുക്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ഓപ്ഷൻ നമ്മൾ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ അണ്ടർലൈൻ അസറ്റിനെ നോക്കണം. കാരണം അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് അതായത് നിഫ്റ്റിയിൽ ബൈ വരുമെന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻ ബൈസ് എന്താ, കോൾ ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്. അപ്പം നിഫ്റ്റിയിൽ സെല്ല് വരുമ്പോൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇറങ്ങുമ്പോൾ പുട്ട് ഓപ്ഷൻ ആയിരിക്കും കയറുന്നത്. അപ്പം നമ്മൾ ഓപ്ഷൻ ബൈസ് എന്ത് ചെയ്യണം, പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ് ഉപയോഗിച്ച് എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തന്നുള്ളൂ, എവിടെ ബൈ ചെയ്യണം എവിടെ സെല്ല് ചെയ്യണമെന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് നമുക്ക് കാണിച്ചു തന്നുള്ളൂ. അതായത് മാർക്കറ്റിനെയാണ് ഇത് റീഡ് ചെയ്ത് തരുന്നത്. നമുക്കിവിടെ ബൈ കാണിച്ചു, ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ കാണിച്ചു. അപ്പോൾ ഓപ്ഷൻ ബൈസ് എന്ത് ചെയ്യണം, കോൾ ഓപ്ഷനിലോട്ട് പോകണം. അപ്പം അവിടെ നമുക്ക് എന്തൊരു ഓപ്ഷനിൽ നമുക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എന്നുള്ള 3 ഓപ്ഷൻ സ്ട്രൈക്ക്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി അറിയാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡെമോൺസ്ട്രേഷൻ തരുന്ന ടൈമിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇപ്പോഴത്തെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ഇതിനകത്ത് നമുക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഇല്ല. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദ മണിലൊക്കെ ട്രേഡ് ചെയ്ത് തുടങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണിലൊക്കെ എടുക്കാം. അപ്പോൾ സോഫ്റ്റ് നമുക്കിവിടെ ഒരു ബൈസിക്കിൾ കാണിച്ചു തന്നു. ഇത് ഞാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്. ഇവിടെ നോക്കിയാൽ ഈ അലേർട്ട് മെസ്സേജ് വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ അലേർട്ടും വരും. അതിനകത്ത് സോഫ്റ്റ് എഴുതി കാണിച്ചു തരും. ബൈ ആണെന്നുണ്ടെങ്കിൽ ആ ബൈ പ്രൈസ് എഴുതി കാണിച്ചു തരും. നോക്കിയാൽ ഏറ്റവും മേളിൽ എക്സാമ്പിളാണ്, ഏറ്റവും മേളിൽ സോഫ്റ്റ് കാണിച്ചു നിഫ്റ്റി 23,537 എന്ത് കാണിച്ചിരിക്കുന്ന ബൈ കാണിച്ചിട്ട്. അപ്പം ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കും, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ്. അപ്പോൾ ഏത് സ്ട്രൈക്ക് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂഷൻ വേണ്ട, കാരണം ഇവിടെ സോഫ്റ്റ് എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ലെവലിൽ നിന്നാണ് നിഫ്റ്റി ബൈയിലോട്ട് വന്നത് 23,537. അപ്പം നമുക്ക് എന്താണ് ആ ലെവലിൽ നിന്നുള്ള സ്ട്രൈക്ക് എടുത്തേച്ചാൽ മതി. 23,537 എന്ന് പറയുമ്പോൾ നമ്മൾ 23,500 അറ്റ് ദ മണി എടുക്കാം, അല്ലെങ്കിൽ 23,400, 300 ലെവലിൽ 100-200 പോയിന്റ് താഴെ എടുത്തേച്ചാൽ മതി. 400 അല്ലെങ്കിൽ 300 ഇൻ ദ മണിലോട്ട് പോകാം. ഔട്ട് ഓഫ് ദ മണി ആകുമ്പോൾ 600-700 ലെവലിലോട്ട് പോകാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ഈ പറയുന്ന ഓപ്ഷൻ ചെയിൻ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോൾ 23,400, 300, 500 ഏതാ, ഇൻ ദ മണിലോ അറ്റ് ദ മണിലോ ഔട്ട് ഓഫ് ദ മണി ഏതും ആയിക്കോട്ടെ, നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ആ ഓപ്ഷൻ ചെയിൻ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഓപ്ഷൻ്റെ ചെയിനിൽ ചെന്നിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി 23 ഇപ്പം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ കാണിച്ചതുണ്ട്. ഓപ്ഷൻ ചെയിൻ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇത് നമുക്ക് ഏതാണ്, ഇപ്പോൾ ഞാനിപ്പോൾ കോൾ ഓപ്ഷനിൽ നമുക്ക് വേണ്ട ഒരു 23,400 വിചാരിക്കുക. ഞാനിതിന്ന് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇവിടുന്ന് കാണിച്ചു തരും. ഫുൾ ട്യൂട്ടോറിയൽ ഉൾപ്പെടെ ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താ നോക്കിയാൽ, ഇവിടെ നമുക്ക് അതായത് നമ്മൾ ഓപ്ഷൻ എടുക്കുന്ന ആ പ്രീമിയം ചാർട്ടിനകത്ത് ഇതുപോലെ ബൈ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. ആരോ ഇവിടെ ഉണ്ടാകുന്ന നോക്കണം, കാരണം നമ്മൾ ബയേഴ്സ് ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന കോളാണെങ്കിൽ പുട്ടാണെങ്കിൽ ബൈ ഇതുപോലെ കാണിക്കണം. ഇനി ഇവിടെ ഇത് കൺഫേം ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. എങ്ങനെ ഇത്രയേ ഉള്ളൂ. താഴെ പ്രൈസ് ബൈസോണിന് എഴുതി കാണിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അത്
ഗ്രീൻ അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ക്യാൻഡിലിന് ശേഷം ഗ്രീൻ ആവും, നോ പ്രോബ്ലം. അവിടെ വെച്ചാൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഈ ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി, അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ താഴത്തെ ഇത് കണ്ട് ഈ സ്ഥലത്ത് തന്നെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. കാരണം താഴത്തെ ബാർ ഇല്ലേലും നോക്കി റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റ് 90% കയറുക തന്നെ ചെയ്യും. അപ്പോൾ താഴത്തെ ബാർ ഇല്ലേലും പ്രൈസ് സോൺ ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മാർക്കറ്റ് ട്രേഡിൽ ബൈ എടുക്കാം. ഇതൊരു ട്രേഡിംഗ് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ട്രേഡ് എല്ലാം ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അതായത് നമ്മൾ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ ബേസ് ചെയ്ത് എന്ത് മനസ്സിലായി, കോളാണോ പുട്ടാണെന്ന് മനസ്സിലായി, അതുപോലെ ഏത് സ്ട്രൈക്കാണെന്ന് മനസ്സിലായി, ബാക്കി ആ സ്ട്രൈക്കിനെ ചാടിനകത്ത് ഇതുപോലെ കൺഫേം ബൈ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ട്രേഡിംഗ് ആണ്. ഒരു 80-90% കൺഫേം നിങ്ങൾക്ക് ഇതിനകത്ത് ആക്യുറസി കിട്ടും. പിന്നെ ഓപ്ഷൻ്റെ ബേസിക് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്തമണിയൊക്കെ അറിയാത്ത ആൾക്കാരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും ഇതിനകത്ത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 186.70 സോഫ്റ്റ്വെയർ നമുക്ക് ബൈ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി കയറിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കയറിയിരിക്കുന്നത് വെച്ചാൽ 233.20 വരെ കയറിയിട്ടാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങുവാണ്. എനിവേസ് നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് നമുക്ക് എൻട്രി എക്സിറ്റ് ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് തന്നെ കാണിച്ചു തരും, സ്റ്റോപ്പ് ലോസും കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.